അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന റിവ്യൂവർ എന്തുകൊണ്ടാണ് മമ്മൂക്ക സിനിമകളെ എപ്പോഴും കട്ട ഡിഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ചാനലിൽ കൂടുതൽ റീച്ചും അവരുടെ കീശ കൂടുതലായിട്ട് വീർക്കുകയും ചെയ്യുകയുള്ളൂ. അത്തരത്തിൽ മമ്മൂക്കയുടെ ഒരു ആവറേജ് സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കട്ട ഡിഗ്രേഡ് ചെയ്തിട്ട് മോശം സിനിമ എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളത് ഒരു അശ്വന്ത് കോക്ക് പോളിസിയാണ്. അദ്ദേഹം ഒരു കട്ട ലാലേട്ടൻ ഫാനാണെന്ന് അദ്ദേഹം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാലേട്ടന്റെ ഒരു സിനിമ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. മമ്മൂക്ക സിനിമകളെ മോശമാക്കി തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും അതുവഴി അദ്ദേഹത്തിന്റെ കീശ വീർപ്പിക്കുക എന്നുള്ളതുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വിഷു ക്ലാച്ച് റിലീസായിട്ട് ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തി. 3 സിനിമകൾക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ പറ്റ ഡിഗ്രേഡ് ചെയ്ത് കൊന്ന് കൊലവിളിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം. എന്നാൽ വിഷു റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ യഥാർത്ഥ സിനിമാ പ്രേമികൾ പറയുന്നത് 4 ഒരു ആവറേജ് സിനിമയാണ്. അങ്ങനെ വമ്പൻ എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് തോന്നിയ ഒരൊറ്റ സിനിമയും ഈ ഒരു വിഷുക്കാലത്ത് എത്തിയിട്ടില്ല എന്നാണ് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും സിനിമകളെ കുറിച്ച് പറയുന്നത്. ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ അവസാനത്തെ അരമണിക്കൂർ വേറെ ലെവലാണ്, വേറെ റേഞ്ചാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അന്യായമാണ് എന്നാണ് ഒട്ടനവധി സിനിമാ പ്രേമികൾ അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അശ്വന്ത് കോക്ക് പറയുന്നത് അവസാനത്തെ അരമണിക്കൂറിലെ മമ്മൂക്കയുടെ പ്രകടനം ബാധകേറിയ പോലെയാണെന്ന് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എത്രത്തോളം മമ്മൂക്ക സിനിമകളുടെ വലിയ വിരോധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കൂടെ ക്ലാഷ് റിലീസായ ആലപ്പുഴ ചിങ്കാന എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി വമ്പൻ സിനിമ, ഇതുപോലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. എനിക്ക് എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമകളുണ്ടോ അതിൻ്റെ കൂടെ ചേർക്കപ്പെടാൻ പറ്റുന്ന മൂവിയാണ് ആലപ്പുഴ ചിങ്കാന. അങ്ങനെയുള്ള ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം ആ ഒരു ചിത്രത്തിന് കൊടുത്തത്. അങ്ങനെ കൊടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തെ തിയേറ്ററിൽ പരാജയപ്പെടുത്തണം, ആ ഒരു സിനിമക്ക് വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആലപ്പുഴ ചിങ്കാനക്ക് അത്രത്തോളം പോസിറ്റീവ് റിപ്പോർട്ട് നൽകിയത്. അല്ലെങ്കിൽ അത്രത്തോളം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടേണ്ട ഒരു മൂവിയായിരുന്നു ആലപ്പുഴ ചിങ്കാന. സിനിമ വിജയിച്ചോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വേറെ ഒരൊറ്റ യൂട്യൂബേഴ്സും മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ അത്രത്തോളം നെഗറ്റീവായി പറഞ്ഞിട്ടില്ല. ഒരു ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ, അവസാനത്തെ അരമണിക്കൂർ വേറെ ലെവൽ പെർഫോമൻസ് ആണ് എന്നൊക്കെയാണ് എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞിരിക്കുന്നത്. അശ്വന്ത് കോക്കിനെ നിലക്ക് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ നല്ല സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള കാരണമാവും. അത്തരത്തിലുള്ള ഒരു സംഭാഷണ ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്ന് വരുന്നത്. അശ്വന്ത് കോക്ക് മമ്മൂക്ക സിനിമകൾക്ക് എടുക്കുന്ന സമീപനം ഞാൻ പറഞ്ഞത് ശരിയാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.